ഞാനിന്നേ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയൊരു കഥയാണ്. അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കഥകളൊക്കെ പറയുന്നത്. 2015-16 കാലഘട്ടത്തിലാണ് ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്നത്. ആ സമയത്ത് കയ്യിൽ കുറച്ച് സമ്പാദ്യമായിട്ട് ഞാൻ നാട്ടിൽ വന്ന് 3-ാമത്തെ ദിവസം ഞാൻ പണിക്ക് കയറി. ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ ചെറിയൊരു ശമ്പളത്തിന് ഞാൻ കയറി. നാട്ടിലെ 400 റുപ്യക്ക്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫിന് കിട്ടുന്ന ചെറിയൊരു ശമ്പളത്തിന് കയറി 1.5 കൊല്ലം അവിടെ വർക്ക് ചെയ്ത് അവിടുത്തെ പണി പഠിച്ച്. ഞാനവിടെ പണിക്ക് കയറിയതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു നല്ലൊരു നിയ്യത്തുണ്ടായിരുന്നു. ഇനി ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് പണിക്ക് വരില്ല എന്നും മനസ്സിലൊരു നിയ്യത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച്. കാരണം ഞാൻ അടിത്തട്ടുന്നാണ് വരുന്നത്. സെയിൽസ്, ലോഡിങ്, അതേപോലെ മാർക്കറ്റിങ്, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചവിടുന്ന്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളടുത്തൊരു കാര്യം പറയലുണ്ട്, നിങ്ങൾ ഏതൊരു ബിസിനസ് ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്താൽ നിങ്ങളെ തേടി നല്ല അവസരങ്ങൾ വരും. ആ സമയത്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് മാഷാ അല്ലാഹ് ഞാൻ വലിയൊരു ലെവലിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇന്ന് ഈ ലെവലിൽ എത്താനുള്ള കാരണം. ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് ആൾക്കൊരു ഉപകാരമായിക്കോട്ടെ. കാരണം എന്തൊരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങൾക്കതിൽ നല്ലൊരു പരിചയം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ ഒരു പണിക്കാരനെയും ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം കുറച്ചൊക്കെ നമുക്കും അറിയണം. പണി പഠിച്ചിട്ട് തുടങ്ങിയാൽ ഹോട്ടൽ പൂട്ടൂല. പണിക്കാരനെ ഡിപ്പെൻഡ് ചെയ്താൽ ഹോട്ടൽ പൂട്ടിപ്പോവും. നിർത്തിപ്പോയാൽ നമ്മൾ ഹോട്ടൽ പൂട്ടേണ്ടി വരും. ശരിയല്ലേ? പിന്നെ നമുക്ക് പുതിയ പണിക്കാരനെ കിട്ടണം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഏത് ബിസിനസ് തിരഞ്ഞെടുക്കുന്ന സമയത്തും അറിയുന്ന ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇതേപോലെ ഇൻഫോർമേറ്റീവായ എന്തെങ്കിലുമൊക്കെ നല്ല അറിവുകളായിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ വരും കേട്ടോ. ഇൻഷാ അല്ലാഹ്.